ടെക് വില്ലേജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റീൽ ബ്ലേഡ് ഇടുമ്പോഴത്തേക്കും ഇതാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇതിന് മുകളിൽ ഇതിടണം, ഇതിട്ടതിന് ശേഷം ഇതിടണം. ഇതിന് അടിയിൽ കണ്ട ഒരു സാധനം ഇരിക്കുന്ന ബബിള് കണ്ടോ? ഇതിനകത്ത് എണ്ണ ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ വരുത്താം. ഒന്നേ അടിച്ച് വരുത്താം, അതൊക്കെ പ്രയാസമാണ്. അപ്പോൾ അടിയുടെ അത് കുറയ്ക്കണമെങ്കിൽ 1, 2 ഇങ്ങനെ അടിക്കുന്നതാണ്ട് എണ്ണ കയറി വന്നിട്ട് മറ്റേ പൈപ്പിൽ കൂടെ തിരിച്ചു പോകും. കണ്ട പോണണ്ട ഇനി ഞെക്കരുത്, അതായത് കാർബറേറ്ററിൽ എണ്ണ കയറി കഴിഞ്ഞു നമ്മൾ അടിച്ച് വരുത്തണ്ട. ഇനി രണ്ടാമത്തെ സെക്ഷൻ ഓണാക്കി വീഡിയോ അല്ലയോ, ഇതിൽ കണ്ട് ചോക്ക് ഉണ്ടോ? ചോക്ക് മുകളിലോട്ട് വെച്ചിട്ട് വേണം സ്റ്റാർട്ടാക്കാൻ. എപ്പോഴും ഇല്ല, എണ്ണ തീരുന്ന കണ്ടീഷനിൽ മാത്രം സ്റ്റാർട്ടാക്കി കഴിഞ്ഞ് ഓണായി കഴിഞ്ഞാൽ ഇവനെ താഴോട്ടാക്കണം, എങ്കിലേ റൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ച് പമ്പ് ചെയ്ത് മുകളിലോട്ട് ചോക്ക് പിടിച്ച്, വണ്ടിയിൽ എല്ലാത്തിലുള്ള സാധനമാണ് ചോക്ക്. അതിനുശേഷം എപ്പോഴും ഇത് ഓണാക്കിക്കൊണ്ട് മാത്രമേ അടിക്കാവൂ. ഓഫാക്കി, ഇതാണ് സ്വിച്ച്, ഇത് ഓഫാക്കിക്കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഓവർഫ്ലോ ആവും. പിന്നെ നമ്മളൊരു 10 അടിയോളം അടിച്ചാൽ പിന്നെ 20 അടി അടിച്ചാലും പറ്റില്ല. അതുകൊണ്ട് ഇത് ഓണാക്കി മാത്രമേ അടിക്കാവൂ. ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് എണ്ണ ഒഴിക്കുന്നതും പമ്പ് ചെയ്യുന്നതും എണ്ണ വരുത്തുന്നതും. ഇപ്പം നമ്മൾ കുറച്ച് അധികം അടി അടിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു 10 അടിയോളം അല്ലെങ്കിൽ 15 അടിയോളം പോകും. കാര്യം ഫസ്റ്റ് ഫയറിങ് നടക്കുകയാണ്. പിന്നീട് അതുപോലെ 10-ന് പുറത്ത് അടിക്കേണ്ടി വരുന്നെങ്കിൽ കംപ്ലൈൻ്റ് ആയിരിക്കും മെഷീൻ. അത് പുതിയ മെഷീൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യൂല. 2, ഇപ്പം നമ്മളെ കണ്ടീഷൻ ഓക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി അടിക്കുന്നതൊക്കെ ഇരിക്കും. ഈ ഇപ്പം നമ്മൾ കുറേ നേരം അടിച്ച് ഓഫാക്കി അങ്ങനെ ചോക്ക് പിടിക്കാതെ അടിക്കുകയും സ്റ്റാർട്ടായിട്ട് ചോക്ക് ഓഫാക്കാതിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഫ്യൂച്ചറിൽ നമ്മൾ തോന്നിയ പ്രാവശ്യം കിടന്ന് അടിക്കേണ്ടി വരും. പിന്നെ ഇത് അടിക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ അളവ് കണ്ടോ, ഇത്രേ പോവും. ഇതിനപ്പുറം ഈ വള്ളി ഇതിനകത്തില്ല. ഇനി നമ്മൾ ഇതിൽ നിന്ന് കണ്ടേ ഒരടിയും കൂടെ കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ വള്ളി അവിടെ പൊട്ടത്തേ ഉള്ളൂ. പൊട്ടിക്കഴിഞ്ഞാൽ എന്നീ സൈഡ് ഡോർ മാറേണ്ടി വരും. ഏകദേശം 550 രൂപ വില വരും. എപ്പോഴും പിടിക്കുമ്പോഴും ഇത്രയും പിടിക്കരുത്, ഇതിന്റെ പകുതിയെ പിടിക്കും. ഇതിലാണ് അത് ഫയർ സ്റ്റാർട്ട് ആവുന്നത്. ഇത്രയും പിടിക്കും, നമ്മൾ ഇങ്ങനെ തന്നെ പിടിക്കണം. ചിലർ ഇങ്ങനെ വെച്ചിട്ട് വലിയ പിടിയൊക്കെ പിടിക്കും. ഈ 2 വിരൽ മാത്രം യൂസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു വർഷമല്ല സ്റ്റക്ക കാര്യം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്കിഡായി പൊക്കോളും. അതല്ലെങ്കിൽ നമ്മളിത് പൊട്ടിക്കും. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ള അടുത്ത കാര്യം. ഇത്രയേ ഉള്ളൂ. ഇനി ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ആക്കിയത് നമ്മൾ പമ്പ് ചെയ്തു, സ്റ്റോക്ക് പിടിച്ചു, നമ്മൾ അടിച്ച് നോക്കണം. ഇത്ര അടിച്ചാൽ മതി. അത് ഓക്കെയാണ്. ഒരു 10 അടിക്ക് പുറത്ത് അടിക്കേണ്ടി വന്നാലുള്ള പ്രശ്നമുണ്ട്. ഇനി നമ്മൾ ഓഫ് ചെയ്തിട്ട് അടിക്കുക, അപ്പോഴാണ് കംപ്ലൈന്റ് ആവണം. ഓഫ് ചെയ്ത് നമ്മൾ അടിക്കുക ആവൂല. ഇങ്ങനെ നമ്മൾ അടിച്ച് അത് പൊട്ടിക്കും. ഇനി നമ്മൾ ഓണാക്കി വെച്ചിട്ട് അടിച്ചാൽ മിക്കുള്ള മെഷീനും എടുക്കാറില്ല. ഇതും ചിലപ്പോൾ എടുക്കൂല. അത് എടുക്കും, അങ്ങനെ ഒരിക്കലും എടുക്കൂല കേട്ടോ. ഓണാക്കിയിട്ടേ അടിക്കാവൂ. വേണ്ട, അതായത് എണ്ണ തീർന്നു പോയാൽ 5 മണിക്കൂറിന് പുറത്ത് വരുന്നെങ്കിൽ ചോക്ക് പിടിക്കണം. 5 മണിക്കൂർ ചോക്ക് പിടിച്ചൊന്നുകൂടെ അടിച്ച് കാണിച്ചു തരാം. അങ്ങനെ അടിക്കൂല, സ്റ്റോക്ക് പിടിച്ച് അടിക്കുകയാണ്. ആ വാങ്ങിക്കോ, ഇത് ആവൂല. അങ്ങനെ ആവുന്ന പ്രശ്നമല്ല. പവറില്ല, ഓഫ് ആക്കിയില്ല. ഇപ്പം നമ്മളിപ്പം എടുത്ത ഫയറിങ്ങിൽ ഇരുന്ന് കൂടുള്ള മെഷീൻ സ്റ്റോക്ക് പിടിച്ച് അടിച്ചു കഴിഞ്ഞാൽ സാധാരണ മെഷീൻ നമ്മളൊരു 8 അടി അടിക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ. കണ്ടാ, ഒരു സ്റ്റോക്ക് പിടിച്ചിട്ട് 5 മണിക്കൂർ കൂടുതലാണെങ്കിൽ തണുത്തിരിക്കുകയാണെങ്കിൽ ചോക്ക് പിടിച്ചിട്ട് അടിക്കണം. ഇതിലേ ഇത് കണ്ട കയറുന്ന സ്ഥലം കണ്ട, ഇതിപ്പോൾ നമ്മൾ കയറ്റില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങും. അപ്പോൾ അത് കറങ്ങാതിരിക്കാൻ ഇത് കണ്ട ഈ വെട്ടിനകത്ത് ഇത് കയറിയാണ് കണ്ട.
ഇതും കൂടി ചെല്ലുമ്പോൾ ലോക്കാവുകയാണ് വേണ്ട, ലോക്കായി. ഇങ്ങനെ വെച്ചോണ്ട് ഇത് ഇടം പിരിയാണ്. അത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുക. ഇനി അങ്ങ് അടിച്ചാൽ മതി. ഇതിൻ്റെ നെയിൽ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. അതായത് 2 മീറ്റർ നീളത്തിന് ആ നെയിൽ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ഹോളിനകത്ത് കണക്ട് ചെയ്ത് ഇതേപോലെ 2 എൻഡിലായിട്ട് എടുത്ത് ആ ലോക്കിനകത്ത്. ഇത് കമ്പനിയിൽ നിന്ന് വന്ന ആ ഒരു ഫിക്സിങ് ഇത് സാധനമാണ്. ഇത് ഫൈബറാണ്. കല്ലിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ഇരുമ്പിൻ്റെ കിട്ടും ഇതേപോലെ മോഡ്യൂൾ. അതിനാണെങ്കിൽ 1000 രൂപയോളം വില വരുന്നുണ്ട്. മെഷീൻ വളരെ ഉപകാരപ്രദമാണ്. കൊള്ളാം. എമൗണ്ടും കുറവുണ്ട്. 10 രൂപയ്ക്ക് താഴെ ആയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.